യെസ്, ഇനി ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു വശത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് കടുത്ത അവഗണനയാണ്, എല്ലാത്തിനോടുമുള്ള അവഗണന. മറുവശത്താണോ കാട്ടുകൊള്ള. ഇപ്പൊ ഇതാ ശബരിമല ശ്രീകോവിലിന്റെ സ്വർണ്ണവാതിൽ മഹസറിൽ അടിമുടി ദുരൂഹതയാണ്. സ്വർണം പൊതിഞ്ഞ പഴയ കതക് പാളികൾ ഇളക്കിയെടുത്തത് പരിശോധനയും കണക്കെടുപ്പും ഒന്നുമില്ലാതെ, വാതിൽ പാളികൾ എന്നല്ലാതെ സ്വർണത്തെക്കുറിച്ച് ഒരു പരാമർശവും ഈ മഹസറിലില്ല. പുതിയ സ്വർണ്ണവാതിൽ വെച്ച ശേഷം പഴയ പാളികൾ അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെ ഏൽപ്പിച്ചു എന്ന് മാത്രമാണ് ഗൗതം ഈ മഹസറിലുള്ളത്. വിവരങ്ങൾ ഗോകുൽ രമേശാണ് നൽകുന്നത്. ഗോകുൽ, കഴിഞ്ഞ ദിവസം ഈ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ ഹൈക്കോടതി പറഞ്ഞ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ: ഒന്ന്, ഈ ദേവസ്വം ബോർഡിന്റെ മാനുവൽ പൂർണ്ണമായി ലംഘിച്ചിരിക്കുകയാണ് ശബരിമലയിൽ. രണ്ട്, ഹൈക്കോടതി നിർദ്ദേശിച്ച ചില കാര്യങ്ങളുണ്ട്, ആ നിർദ്ദേശങ്ങളും കാറ്റിൽ പറത്തിയിരിക്കുന്നു. അതായത് ഹൈക്കോടതി പറഞ്ഞത് ഈ ബോർഡിനും ഈ ബോർഡിലെ അംഗങ്ങൾക്കുമൊന്നും ഒരു നിമിഷം പോലും ഇനിയും ക്ഷേത്രങ്ങളിൽ കയറാനോ അല്ലെങ്കിൽ അതിൻ്റെ ഭരണകർത്താക്കളായി ഇരിക്കുവാനോ ഒരു അവകാശവും ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഈ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് പറയൂ ഗോകുൽ. ഗൗതം ശ്യാം, അതായത് ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്നത് ഈ 11/3/2019, അതായത് അന്നത്തെ ദിവസം ശബരിമലയിൽ മുമ്പുണ്ടായിരുന്ന ആ വാതിലുകൾ, ശ്രീകോവിലിൻ്റെ വാതിലുകൾ, അതിൻ്റെ പാളികൾ അത് ഇളക്കി മാറ്റി പുതിയ പാളികൾ വെച്ചു. ആ വെച്ച സമയത്ത്, ആ പാളികൾ സ്ഥാപിച്ച സമയത്ത് അവിടെ തയ്യാറാക്കിയിട്ടുള്ള ഒരു മഹസറിൻ്റെ കോപ്പിയാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. ഈ മഹസറിൻ്റെ കോപ്പി വായിക്കുമ്പോൾ തന്നെ എത്രമാത്രം ക്രമക്കേടുകൾ അല്ലെങ്കിൽ ഒരു കൃത്യതയില്ലാത്ത രീതിയിലാണ് അവിടെ ഇത്തരം ഈ മഹസർ തയ്യാറാക്കുന്ന അടക്കമുള്ള ഇടപാടുകൾ നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ബോധ്യമാകുന്നത്. അതായത് ഈ നേരത്തെ അവിടെ ഉണ്ടായിരുന്ന ആ പാളികളുള്ള അല്ലെങ്കിൽ ആ ശ്രീകോവിൽ പാളികൾ എന്ന് പറയുന്നത് ഈ വിജയമല്യ സമർപ്പിച്ചിട്ടുള്ള സ്വർണം പൊതിഞ്ഞിട്ടുള്ള പാളികളാണ്. പക്ഷേ ആ പാളികൾ ഇത്തരത്തിൽ കേടുവന്നതിനെ തുടർന്ന് അവിടെ നിന്നും അഴിച്ചു മാറ്റി. അത് സ്വർണം പൊതിഞ്ഞിരുന്നു എന്നുള്ള കാര്യം അല്ലെങ്കിൽ സ്വർണത്തെപ്പറ്റി പരാമർശമേ ആ മഹസറിലില്ല. പഴയ വാതിൽ പാളികൾ അവിടെ നിന്നും കേടുപാട് പറ്റിയതിനെപ്പറ്റി അതിനെ തുടർന്ന് അവിടെ നിന്നും ഇളക്കി മാറ്റുകയും തുടർന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി ബംഗളൂരു എന്നുള്ള സ്പോൺസർ ചെയ്തിട്ടുള്ള പുതിയ സ്വർണ്ണപ്പാളി ആയിട്ടുള്ള ആ വാതിൽ പാളികൾ അവിടെ സ്ഥാപിക്കുന്നു എന്ന് മാത്രമാണ് ആ മഹസറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് മാത്രമല്ല, അതിൽ പറയുന്നുണ്ട് ചെമ്പ് പൊതിഞ്ഞിട്ട് അല്ലെങ്കിൽ ചെമ്പിൽ സ്വർണം പൊതിഞ്ഞിട്ടുള്ള തേക്ക് തടിയിൽ തീർത്തിട്ടുള്ള വാതിലാണ് ഇത്തരത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്പോൺസർഷിപ്പായിട്ട് സമർപ്പിക്കുന്നതെന്നും ആ രേഖയിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതിൽ അതായത് അതിന് മുൻപത്തെ ആ പാളിയിലെ സ്വർണത്തെപ്പറ്റി യാതൊരു പരാമർശവും ഇല്ല എന്നുള്ളത് തന്നെയാണ് ആ മഹസർ എത്രമാത്രം ദുരൂഹമായിട്ടുള്ളതാണ് എന്നുള്ള കാര്യം നമുക്ക് പറയുവാനായിട്ട് സാധിക്കുന്നത്. കാരണം വിജയമല്യ സമർപ്പിച്ചിട്ടുള്ള സ്വർണം അത് ആ വാതിൽപ്പാളിയിലടക്കം ഉണ്ട് എന്നുള്ള കാര്യം നേരത്തെ മുതൽ തന്നെ രേഖകളിൽ ഉണ്ടായിരുന്നതാണ്. പക്ഷേ ആ സ്വർണ്ണപ്പാളിയെപ്പറ്റി ഒരു പരാമർശവും ഇല്ലാതെ ഒരു മഹസർ തയ്യാറാക്കിയിരിക്കുകയാണ് ഇവിടെ. അതിനുശേഷം ആ പഴയ വാതിൽപ്പാളി, അതായത് ആ വിജയമല്യ സമർപ്പിച്ചിട്ടുള്ള സ്വർണം പൂശിയിട്ടുള്ള പഴയ വാതിൽപ്പാളി അവിടെ നിന്നും ഇളക്കി മാറ്റിയതിന് ശേഷം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിട്ടുള്ള മുരാരി ബാബുവിനെ ഏൽപ്പിക്കുകയും ചെയ്തു എന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. ആ മുരാരി ബാബു അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ്. ഈ മഹസർ തയ്യാറാക്കി അതിൻ്റെ അധികാരിയായിട്ട് ഒപ്പുവെച്ചിരിക്കുന്നത് എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ടുള്ള ഡി സുധീഷ് കുമാറാണ്. ഇവർ രണ്ടുപേരും നിലവിൽ ഇപ്പോൾ അന്വേഷണ സംഘത്തിൻ്റെ അല്ലെങ്കിൽ അറസ്റ്റിലായിട്ടുള്ള വ്യക്തികൾ കൂടിയിട്ടാണ് ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട്. എന്തായാലും ആ പഴയ വാതിൽപ്പാളി എവിടെ പോയി എന്നുള്ളതിനെപ്പറ്റി ഇപ്പോഴും അന്വേഷണം അല്ലെങ്കിൽ ഇപ്പോഴും അതിനെപ്പറ്റി വ്യക്തതയില്ല. കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഈ കേസ് പരിഗണിച്ച വേളയിൽ തന്നെ ഈ പഴയ വാതിൽപ്പാളികളെപ്പറ്റി പരാമർശം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിലെ സ്വർണ്ണവും ഇളക്കി മാറ്റിയിട്ടുണ്ടോ എന്ന കാര്യം പരിശോധിക്കണമെന്ന് അന്വേഷണ സംഘത്തിന് കൃത്യമായിട്ട് ഹൈക്കോടതി നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ കൂടിയിട്ടാണ് എന്തായാലും ഈ വിവരങ്ങൾ കൂടി പുറത്തു വരുന്നത്. ഈ പാളികൾ ശബരിമലയിലെ സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ദേവസ്വം അധികൃതർ പറയുന്നത്. പക്ഷേ അതിൽ സ്വർണ്ണമുണ്ടോ, അതിലെ സ്വർണം ഇപ്പോഴും അവശേഷിക്കുന്നുണ്ടോ, ആ പാളി തന്നെ അവിടെ ഉണ്ടോ എന്നുള്ള കാര്യമൊക്കെ ഇപ്പോഴും അവ്യക്തമായി തന്നെ തുടരുന്ന ഒരു കാര്യമാണ്. അത് മാത്രമല്ല, ശബരിമലയിലെ സ്ട്രോങ് റൂം എന്ന് പറയുന്നത് അവിടുത്തെ നിത്യപൂജയ്ക്ക് വേണ്ടിയിട്ടുള്ള സ്വർണ്ണ ആഭരണങ്ങളും അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്വർണ്ണ വസ്തുക്കളും അമൂല്യ വസ്തുക്കളും മാത്രം സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രോങ് റൂമാണ് ശബരിമലയിൽ പ്രവർത്തിക്കുന്നത്. സാധാരണഗതിയിൽ അമൂല്യമായിട്ടുള്ള മറ്റു വസ്തുക്കളൊക്കെ തന്നെ അല്ലെങ്കിൽ നിത്യപൂജയ്ക്കോ മറ്റ് പൂജയുടെ ഭാഗമായിട്ട് വേണ്ടാത്ത അമൂല്യ വസ്തുക്കളൊക്കെ തന്നെ സൂക്ഷിക്കേണ്ടത് ആറന്മുളയിലെ സ്ട്രോങ് റൂമിലാണ് ദേവസ്വം ബോർഡിൻ്റെ. പക്ഷേ ഈ വാതിൽപ്പാളി അങ്ങോട്ടേക്ക് കൊണ്ടുപോയിട്ടില്ല. അത് ശബരിമലയിലെ സന്നിധാനത്തെ അവിടെ തന്നെ സൂക്ഷിച്ചിരിക്കുകയാണ് എന്നാണ് ദേവസ്വം അധികൃതർ പറയുന്നത്. എന്തുകൊണ്ടാണ് ഇത്രയും വർഷമായിട്ട് 2019 ഊരി മാറ്റിയതാണ്, പിന്നീട് അത് ആറന്മുളയിലേക്ക് കൊണ്ടുപോകാതെ സന്നിധാനത്ത് തന്നെ സൂക്ഷിച്ചിരിക്കുന്നത് എന്ന കാര്യങ്ങളടക്കം ഇവിടെ ദുരൂഹത ജനിപ്പിക്കുകയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണം കൂടി അന്വേഷണ സംഘം നടത്തേണ്ടതുണ്ട്. ഹൈക്കോടതി അക്കാര്യം കൃത്യമായിട്ട് നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു അല്ലെങ്കിൽ നമുക്ക് ലഭ്യമായിരിക്കുന്ന ഈ ഒരു മഹസറിന്റെ കോപ്പി എന്ന് പറയുന്നത് അടിമുടി ദുരൂഹമാണ് തന്നെ എന്ന് തന്നെ പറയാനായിട്ട് സാധിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗോകുല്, അടിമുടി ദുരൂഹത. നേരത്തെ പറഞ്ഞതുപോലെ ഒരു വശത്താണെങ്കിൽ കടുത്ത അപകടം, മറുവശത്താണെങ്കിലോ കാട്ടുകൊള്ള. യെസ്, എന്തായാലും നമുക്ക് വളരെയധികം സന്തോഷകരമായ ഒരു വാർത്ത പ്രിയപ്പെട്ട പ്രേക്ഷകരെ അറിയിക്കാനുണ്ട്. ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ തത്സമയം ഈ ലൈവത്തോണിൽ പ്രതികരിക്കുന്നു.
ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹത്തിലേക്ക് പോകുന്നു. അദ്ദേഹം എന്ത് പറയുന്നു? കാരണം BJP ഒരു വലിയ ഒപ്പുശേഖരം നടക്കുകയാണ്. ഈ വിഷയത്തിന് ഒരേ ഒരു പരിഹാരമേ ഉള്ളൂ, അത് നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഇടപെടലാണ്. ആ ഇടപെടൽ ഈ ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ഒരു പ്രക്ഷോഭവുമായി തെരുവിലേക്ക് ഇറങ്ങിയ ഏക പാർട്ടി BJP ആണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ കലക്കവളത്തിൽ ഈ മീനെ പിടുത്തമാണ് ശബരിമല. ഒരു ധാർമ്മികതയില്ല. കാരണം ഈ CPM മാത്രം കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. കോൺഗ്രസും ഈ സംസ്ഥാനം ഭരിച്ച 100% ആണ്. എന്താണ് അവരെന്താ ശബരിമല ചെയ്തേക്കുന്നത്? അപ്പോൾ സ്വാഭാവികമായിട്ടും ധാർമ്മികമായി ഈ വിഷയം തെരുവിൽ ഉയർത്താൻ പറ്റുന്ന ഏക പൊളിറ്റിക്കൽ പാർട്ടി ശബരിമല വിഷയത്തിൽ അത് കേരളത്തിൽ BJP ആണ് എന്ന കാര്യത്തിൽ മാധ്യമ നിലയ്ക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ. അതെ.